ഹലോ ഗൈസ്, നമുക്ക് നഫൂസിനെ ഒന്ന് പറ്റിച്ചാലോ? പറ്റിക്കുന്നത് നമുക്ക് ഒരു സാധനം കൊടുത്തിട്ടാണ്. എന്താന്ന് പറയാം, നമ്മുടെ തലേ ദിവസത്തെ വെള്ളപ്പത്തിന്റെ മാവ് ഞാൻ ഏലക്കയും കുറച്ച് നല്ല മധുരത്തിന് വേണ്ടിയിട്ട് ശർക്കരയൊക്കെ ഇട്ടിട്ട് നല്ലോണം അങ്ങോട്ട് ഗുമഗുമാന്ന് പറഞ്ഞിട്ട് ഇളക്കുന്നുണ്ടായിരുന്നു. ഇളക്കി കഴിഞ്ഞിട്ട് നമുക്കിനി വേണ്ടത് ഇഡ്ഡലി പാത്രം, അതുപോലെ നമ്മുടെ ചോറ് കഴിക്കുന്ന ഒരു സ്റ്റീൽ പ്ലേറ്റാണ്. ഞാൻ നല്ല നെയ്യൊക്കെ തടവി ഇഡ്ഡലി പാത്രത്തിന്റെ മേളിൽ സ്റ്റീൽ പ്ലേറ്റ് വെച്ചിട്ടുണ്ട്. എന്തിനാന്ന് പറയാം, ദാ ഈ മാവ് ഇങ്ങോട്ട് ഒഴിച്ചിട്ട് നമുക്കൊന്ന് കുറച്ച് ആവി കയറ്റിയെടുക്കാം. അപ്പത്തേക്ക് നമ്മുടെ ഒരു ഐറ്റം റെഡിയാകുവേ. ഇതിപ്പോ ഞാൻ കൂട്ടി വെച്ചു. കുറെ കഴിഞ്ഞ് ഞാൻ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരുന്നു. എന്നിട്ട് ഞാനൊന്ന് പതുക്കെ നോക്കി, ഞെട്ടിപ്പോയി. കാരണം സംഭവം വന്നിട്ടില്ല, അത് റെഡി ആയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ പൂട്ടി വെച്ചു. എന്നിട്ട് കുറച്ച് നേരം കൂടെ വെയിറ്റ് ചെയ്തിരുന്നു. അത് കഴിഞ്ഞ് കുറേ നേരം കഴിഞ്ഞിട്ട് ഒന്നുകൂടെ തുറന്ന് വെക്കാണ്. അപ്പതേ ഐറ്റം റെഡി ആയിട്ടുണ്ടേ. ഇനി നമുക്കിത് നല്ല അടിപൊളിയായിട്ട് ഷേപ്പിലൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഞാനങ്ങനെ കട്ട് ചെയ്തു. ഇതിപ്പോ എങ്ങനെയുണ്ട്? ഒരു വട്ടയപ്പത്തിന്റെ പോലെയൊക്കെ ഇല്ലേ? കഴിക്കാനും സൂപ്പറാണ് കേട്ടോ. നല്ല അടിപൊളിയായിട്ട് പൊങ്ങിയൊക്കെ വന്നു. നല്ലൊരു വട്ടയപ്പത്തിന്റെ ടേസ്റ്റ് ഒക്കെ ആയിട്ടുണ്ട്. ഞാൻ കട്ടാക്കിയ പീസ് അപ്പൂസ് പിന്നെയും കട്ടാക്കി അവനും കഴിക്കുന്നുണ്ടായിരുന്നു. എന്തായാലും സംഭവം അടിപൊളിയാണ്. എല്ലാവരും കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.